ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പേപ്പൽ കോൺക്ലേവ് മെയ് 7-ന് നടക്കും. വോട്ടവകാശമുള്ള 135 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുക. ഇന്ന് വത്തിക്കാനിൽ നടന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. മെയ് 7-ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആദ്യ ബാലറ്റ്. 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാരാണ് കോൺക്ലേവിനായി വത്തിക്കാനിൽ ഒത്തുചേരുന്നത്. തുടർന്ന് ഇവർ സിസ്റ്റൈൻ പള്ളിയിലെ അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശിക്കും. ഫോണോ മറ്റു മാധ്യമങ്ങളോ അനുവദിക്കാതെ പുറം ലോകവുമായി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. ഒരു സ്ഥാനാർത്ഥിക്ക് 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് നടത്തും. ഓരോ വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റുകൾ കത്തിക്കും. ബാലറ്റിൽ നിന്നും പുറത്തുവരുന്ന കറുത്ത പുക മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നും വെളുത്ത പുക മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തുവെന്നും സൂചിപ്പിക്കുന്നു. കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പൽ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. കോൺക്ലേവിനായിട്ടുള്ള ഒരുക്കങ്ങൾക്കായിട്ടാണ് ചാപ്പൽ അടച്ചത്. ഇനി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത ശേഷം മാത്രമേ ചാപ്പൽ തീർത്ഥാടകർക്കായി തുറക്കുകയുള്ളൂ. വത്തിക്കാനുള്ള കർദിനാൾമാർ ഇന്നലെ വൈകിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരി മേജർ ബസിലിക്കയിലെത്തി പ്രത്യേക പ്രാർത്ഥന നടത്തി. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം ആ പദവിയിലിരിക്കാൻ സന്നദ്ധനാണോ എന്ന് ഔദ്യോഗികമായി ചോദിക്കും. മാർപ്പാപ്പയാകാൻ സമ്മതിക്കുകയാണെങ്കിൽ മുൻപുള്ള വിശുദ്ധന്മാരിൽ ആരുടെയെങ്കിലും പേര് സ്വന്തം പേരായി തിരഞ്ഞെടുക്കണം. പിന്നീട് ആ പേരിലായിരിക്കും അറിയപ്പെടുക. ഇതേ തുടർന്ന് മുതിർന്ന കർദിനാൾ ഡീക്കൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിൽ നമുക്കൊരു പോപ്പുണ്ടെന്ന് വിളിച്ചു പറയും. തൊട്ടുപിന്നാലെ പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് തൻ്റെ അനുയായികളെ അഭിവാദ്യം ചെയ്യുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.